കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശ്രീ ദുർഗായേ നമഃ. കഴിഞ്ഞ ദിവസം നമ്മൾ 29ാമത്തെ ശ്ലോകമാണ് നമ്മൾ നിർത്തിയത്. അതിൽ ഒരു സിംഹമായിട്ട് വന്നു, പിന്നെ ആരെ, മഹിഷാസുരൻ. അത് കഴിഞ്ഞ് ആ സിംഹത്തിൻ്റെ തല ദേവി വെട്ടിയപ്പോൾ ഊട്ടനെ എന്തായി തീർന്നു? മായാവിയാണല്ലോ, വേറൊരു രൂപം എടുത്തു. എന്ത് രൂപം എടുത്തതറിയോ? വാളും പരിചയം ധരിച്ച ഒരു പുരുഷനായി. അങ്ങനെ പറഞ്ഞ് നമ്മൾ നിർത്തി. ഇനി നോക്കാം. തത ഏവാശു 30ാമത്തെ കേട്ടോ. തത ഏവാശു പുരുഷം ദേവീ ചിച്ഛേദസായകൈ ഖൽഗം ച ചർമ്മണാ സാർത്ഥം തതസ്സോ ഭൂന്മഹാഗജ. ഇനി വേറൊരു രൂപം എന്തറിയോ? തതഹ ദേവി ആശു. ദേവി ആശു വേഗം എന്ത് ചെയ്തു? ആശു ഏവ വേഗം തന്നെ പുരുഷം സായകൈഹി ചിച്ഛേദ. ആ പുരുഷനെ അമ്പുകളെ കൊണ്ട് മുറിച്ചു. ചിച്ഛേദ വെച്ചാൽ മുറിച്ചു. എന്നിട്ടോ മാത്രമല്ല, പിന്നെ വാളും പരിചയം ധരിച്ചിട്ടുണ്ടാ പറഞ്ഞില്ലേ, അതിൻ്റെ ഒപ്പം തന്നെ ചർമ്മണ സാർത്ഥം ഖൽഗം ച. അയാളെ മുറിക്കുന്നതിനോടൊപ്പം അയാളുടെ പരിചയം വാളും മുറിച്ചു. അതായത് വാളും പരിചയം ധരിച്ചു വന്ന പുരുഷരൂപത്തിൽ വന്ന മഹിഷാസുരനെയും മുറിച്ചു. തതഹ അപ്പം എന്താ ചെയ്തത്? അങ്ങനെ എളുപ്പത്തിൽ കൊല്ലാൻ പറ്റില്ല മഹിഷാസുരനെ. ഈ വാളും പരിചയം ധരിച്ച പുരുഷനായി വന്നപ്പോൾ അയാളുടെ വാളും പരിചയം മുറിച്ചിട്ടു. അയാളെ മുറിച്ചിട്ടപ്പോഴേക്കും അതിന്ന് വേറെ എന്താണ്? തതഹ സ മഹാഗജ അഭൂത്. ഒരു കൊമ്പനാനയായിട്ട് തീർന്നു. അപ്പോൾ ഈ മഹിഷാസുരൻ എത്ര വേഗം വേഷം മാറാൻ പറ്റുന്നല്ലേ? വലിയൊരു കൊമ്പൻ ആനയായി. അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. അതായത് പിന്നെ വാളും പരിചയം ധരിച്ച പുരുഷനെ വെട്ടിയപ്പോൾ, ആയുധങ്ങളോടുകൂടി ദേവി വെട്ടിയപ്പോൾ ഒരു വലിയ കൊമ്പനാനയായി. തത ഏവാശു പുരുഷം ദേവീ ചിച്ഛേദസായകൈ ഖൽഗം ച ചർമ്മണാ സാർത്ഥം തതസ്സോ ഭൂന്മഹാഗജ കരേണ ച മഹാസിംഹം തം ചകർഷ ച ജഗർജ ച കർഷതസ്തു കരം ദേവി ഖൽഗേന നിരകൃന്ദത. അപ്പോൾ സ കരേണ തം മഹാസിംഹം ചകർഷ ച. അതായത് ഈ ആന, ഇവിടെ സ എന്ന് പറഞ്ഞാൽ എന്താ? ആനയായിട്ട് വന്ന മഹാസുരൻ അല്ലെങ്കിൽ മഹിഷാസുരൻ എന്ത് ചെയ്തു? അതിൻ്റെ കൈയോണ്ട്, കരം ച തുമ്പിക്കൈ നീട്ടിയിട്ട് ദേവിയുടെ വാഹനമായ സിംഹത്തിനെ പിടിച്ചിങ്ങോട്ട് വലിച്ചു. സ്വതേ ആന സിംഹത്തിനെ ആക്രമിക്കില്ല ഒരിക്കലും. എന്താ കാരണം വെച്ചാൽ ആനയ്ക്ക് ശരിക്കും സിംഹത്തിനെ പേടിയാണ്. സിംഹത്തിന് ആനയെ ഇങ്ങോട്ട് കൊല്ലാൻ പറ്റും. അപ്പം ആക്രമിച്ചാല സ്വതവേ ഇരിക്കുമ്പോൾ അങ്ങനെ വന്ന് കൊന്ന് മാംസം തിന്നൊന്നുമില്ല സിംഹം. പക്ഷേ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്താൽ ഇങ്ങോട്ട് കൊല്ലാൻ പറ്റും. അപ്പോൾ സാധാരണ അങ്ങനെ അത് പ്രകൃതിയുടെ ഒരു നാച്ചുറൽ ഇതിനെതിരായിട്ടാണ് ചെയ്തത്. അപ്പോൾ അതന്നെ ശരിക്കും പറയാച്ചാൽ ഈ മഹിഷാസുരൻ്റെ നാശത്തിൻ്റെ ഒരു ലക്ഷണമാണെന്നാണ് പറയുന്നത്. അതായത് ഇങ്ങനെ ഈ സിംഹത്തിൻ്റെ കൈ കൊണ്ട് തന്നെ വേണമെങ്കിൽ മരിക്കാം. അപ്പം അങ്ങനെ തൻ്റെ ശത്രുവിൻ്റെ ശക്തി അറിയാതെ ഒരു പിന്നെ ആക്രമണം നടത്തുന്ന ഒരു എന്താണ് ഒരു സന്ദർഭമാണ്. അപ്പം അത് ശരിക്കും പറയാച്ചാൽ നാശത്തിനെ കാണിക്കണ ഒരു ലക്ഷണമാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും പിന്നെ എന്താണ്, ആനയായി വന്നപ്പോൾ വേഗം ദേവിയുടെ വാഹനമായിട്ടുള്ള സിംഹത്തിനെ ആ തുമ്പിക്കൈകൊണ്ട് അങ്ങോട്ട് പിടിച്ചു വലിച്ചു. ചകർഷിക്കവൻ അങ്ങോട്ട് വലിച്ചു പിടിച്ചു. ജഗർജ ച. എന്നിട്ടോ ഉറക്കെ ഒരു ആനയുമ്പോൾ എന്താ കൊലവിളി നടത്തി. തു കർഷത തസ്യ കരം ദേവി ഖൽഗേന നിരകൃന്നതാൽ. അപ്പോൾ ആ സിംഹത്തിനെ പിടിച്ച് വലിക്കണ ആ കൊമ്പനാനയുടെ തുമ്പിക്കയ്യ ദേവി വാളോണ്ട് ഖൽഗേന നിരകൃന്തത മുറിച്ചു. അതായത് തുമ്പിക്കൈയുടെ ആന ഇങ്ങോട്ട് വലിക്കുമ്പോൾ ആ
പിന്നെ വലിക്കാൻ പറ്റില്ലല്ലോ. ആ തുമ്പിക്കൈ അങ്ങോട്ട് മുറിച്ചു ദേവി. എന്തുകൊണ്ട്? ദേവിയുടെ വാളുണ്ട്. കരേണ ച മഹാസിംഹം തം ചകർഷ ച ജഗർജ. ജഗർജ പറഞ്ഞാൽ വളരെ കൊലവിളി നടത്തിയാനേ. കർഷതസ്തു കരം ദേവി ഖൽഗേന നിരകൃന്ദത. 32. തതോ മഹാസുരോ ഭൂയോ മാഹിഷം വപുരാസ്ഥിത തഥൈവ ക്ഷോഭയാമാസ ത്രൈലോക്യം സചരാചരം. തഥ മഹാസുര ഭൂയ മാഹിഷം വപു ആസ്ഥിത. എന്നിട്ടോ അപ്പം അവൻ ആ മഹിഷാസുരൻ വീണ്ടും, ഭൂയ മീൻസ് വീണ്ടും, മാഹിഷം അതായത് പിന്നെയും മഹിഷരൂപം തന്നെ, വപു ആസ്ഥിത കൈക്കൊണ്ടു, പിന്നെയും മഹിഷരൂപം തന്നെ ആയി. എന്നിട്ടോ സചരാചരം ത്രൈലോക്യം തഥാ ഏവ ക്ഷോഭയാമാസ. ഈ ചരാചരാത്മകമായിട്ടുള്ള ഈ 3 ലോകങ്ങളെയും കിടുകിട പിന്നെ പണ്ട് വിറപ്പിച്ചു പറഞ്ഞില്ലേ, അതുപോലെ പിന്നെയും വിറപ്പിച്ചു. വലിയ ഭീമാകാരമായിട്ടുള്ള മഹിഷൻ തന്നെയായി ചാട്ടി കളിച്ച് ഈ ത്രിലോകത്തിനെ മുഴുവൻ, എല്ലാ ചരാചരങ്ങളെയും ഭയപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. അതായത് ആനയുടെ തുമ്പിക്കൈയാണ് വെട്ടിയപ്പോൾ ആ രൂപം മാറി. എന്നിട്ട് പണ്ട് ശരിക്കും മഹിഷാസുരനായിട്ട് വന്നില്ലേ ആദ്യം, അതുപോലെ ഇങ്ങനെ പർവ്വതാകാരനായിട്ടുള്ള മഹിഷാസുരനായി വന്നിട്ട് അങ്ങോട്ട് 3 ലോകത്തിലത്തെ ചരാചരങ്ങളെയും ഒരുപോലെ ഭയപ്പെടുത്തി. ക്ഷോഭയാമാസ, ക്ഷോഭിപ്പിച്ചു, പേടിപ്പിച്ചു. ഇവിടെ പേടിപ്പിച്ചു തന്നെയാണ്. തതോ മഹാസുരോ ഭൂയോ മാഹിഷം വപുരാസ്ഥിത തഥൈവ ക്ഷോഭയാമാസ ത്രൈലോക്യം സചരാചരം. ഇനി തതക്രുദ്ധ ജഗന്മാതാ ചണ്ഡികാപാനമുത്തമം പപൗ പുനശ്ചൈവ ജഹാസാരുണലോചന. അപ്പോൾ ദേവിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരമായല്ലോ യുദ്ധം ചെയ്യണു. തതഹ ജഗന്മാത. അപ്പോൾ ഈ ജഗന്മാതാവായിട്ടുള്ള ചണ്ഡിക ക്രുദ്ധ, കോപത്തോടെ ഉത്തമം പാനം പപവും, ഉത്തമമായ പാനീയം. അപ്പം ഇവിടെ മധുപാനം എന്ന് പറയുന്നുണ്ട്, പക്ഷേ മദ്യം എന്നും ഞാൻ വ്യാഖ്യാനങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്. കാരണം എന്താ അറിയോ, യുദ്ധത്തിൻ്റെ സമയത്ത് ക്ഷീണം തീർക്കാനും കൂടുതൽ ഉത്സാഹത്തോടെ യുദ്ധം ചെയ്യാനുമാണ് അത്രേ സാധാരണ വീരന്മാരൊക്കെ മദ്യപാനം ചെയ്യും. കാരണം എന്നാൽ കുറച്ചും കൂടി ഒരു മതം നമുക്കങ്ങനെ അവനൊരു ഇത് വരുമല്ലോ. മദ്യം കഴിച്ചാൽ പേടിയൊന്നും ഇല്ലാണ്ടാവും, അങ്ങനെയൊക്കെ അല്ലേ പറയുക. അപ്പോൾ യുദ്ധത്തിൻ്റെ സമയത്ത് പല വീരന്മാരും ക്ഷീണം ഉണ്ടാവും. ആ ക്ഷീണം തീർക്കാൻ അറിയില്ല. അപ്പോൾ ആ ഉത്സാഹം കൊണ്ടേ കൂടുതൽ ഉത്സാഹത്തോടെ യുദ്ധം ചെയ്യാനാണ് സാധാരണ വീരന്മാരൊക്കെ മദ്യപാനം ചെയ്യുക. അപ്പോൾ വേറൊരു കാര്യമുണ്ട്. മഹിഷാസുരൻ പിന്നെന്താണ് ശിവൻ്റെ അങ്ങനെ ഞാൻ വായിച്ചു. പിന്നെ ഒരു വ്യാഖ്യാനത്തിൽ എന്താ വെച്ചാൽ മഹിഷാസുരൻ ശിവൻ്റെ അംശാവതാരമായതുകൊണ്ട് ദേവിക്ക് ഒരു വൈമനസ്യം കൊല്ലാനായിട്ട്. അപ്പം ആ ഒരു വേണ്ടാ തോന്നൽ, എങ്ങനെ ശിവൻ്റെ അംശാവതാരത്തിനെ കൊല്ലണത് ശരിയല്ലല്ലോ. വെച്ചാൽ ഭദ്രകാളിയല്ലേ, ഭദ്രകാളിയും ആണല്ലോ, എല്ലാം ആണല്ലോ, ഭഗവതി ശിവൻ്റെ ശക്തിയാണല്ലോ, അപ്പോൾ വിഷ്ണു ശക്തിയാണ്. അപ്പോൾ അങ്ങനെ ശിവൻ്റെ അംശാവതാരമാണ് മഹിഷാസുരൻ എന്ന് വെച്ച് കൊല്ലാനുള്ള ഒരു എന്താ പറയുക, പിന്നെ വൈമനസ്യമുള്ളത് എന്ത് ചെയ്യാൻ, കളയാനും കൂടിയാണ് അത്രയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മധുപാനം എന്ന് പറയാം, അല്ലെങ്കിൽ ശരിക്കും യുദ്ധത്തിൻ്റെ സമയത്ത് ഇങ്ങനെ ചെയ്യും എന്നുള്ളതുകൊണ്ട് വേണമെങ്കിൽ മദ്യപാനം എന്നും എഴുതിയിട്ടുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ മദ്യപാനം പിന്നെ വേറൊന്നുണ്ടേ, മഹിഷാസുരൻ ശിവൻ്റെ അവതാരമായതുകൊണ്ട് അത് പറഞ്ഞല്ലോ, അതായത് ഒരു വൈമനസ്യം ഭഗവതിക്ക്. അപ്പോൾ അങ്ങനെ വൈമനസ്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് മദ്യപാനം ചെയ്തതെന്നൊക്കെ ഈ പിന്നെ കണ്ടിയൂർ മഹാദേവ ശാസ്ത്രികളുടെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സിദ്ധിനാഥ സ്വാമിയുടെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അല്ല, അങ്ങനെ ഞാനത് വായിച്ചത് ഷെയർ ചെയ്യാമെന്ന് മാത്രം. അപ്പം 33 വായിക്കാം. അതേതായാലും പിന്നെ ഭഗവതി പിന്നെ ഉത്തമമായ മദ്യം പാനം ചെയ്തു. പിന്നെ അരുണലോചന സാ പുനഃ ച ഏവ ജഹാസ. എന്നിട്ട് കുടിച്ചിട്ട്, അതായത് മധുപാനം ചെയ്തിട്ടെന്ന് പറയാം നമുക്ക്, നല്ല ചുമന്ന കണ്ണോട് കൂടിയിട്ടുള്ള ദേവി എന്തു ചെയ്തു,
ജഹാസാരുണലോചന, അരുണലോചന പറഞ്ഞാൽ ചുവന്ന കണ്ണോട് കൂടിയ ജഹാസ ചെന്താ പൊട്ടി പൊട്ടി ചിരിച്ചു. പുനശ്ചൈവ, പുനഃശൈവ, വീണ്ടും വീണ്ടും പൊട്ടിച്ചിരിച്ചു. അങ്ങനെയൊക്കെ സാധാരണ ഈ മദ്യപാനം ചെയ്യുമ്പോഴാണല്ലോ ചെയ്യുക അല്ലേ. അപ്പോൾ അത് പിന്നെയും പിന്നെയും കുടിച്ചു. എന്നിട്ട് പുനശ്ചൈവ ജഹാസാരുണലോചന, പിന്നെയും പിന്നെയും പിന്നെന്താണ് ചുമന്ന കണ്ണൊക്കെ ആയി അപ്പോഴേക്കും. എന്നിട്ട് പിന്നെയും പിന്നെയും പൊട്ടിച്ചിരിച്ചു എന്നാണ് പറയണത്. തതകൃത ജഗന്മാതാ ചണ്ഡികാപാനമുത്തമം പപൗ പുനശ്ചൈവ ജഹാസാരുണലോചന. പിന്നെയും കുടിച്ച് എന്ന് പറയാൻ വേണമെങ്കിൽ കുടിച്ചിട്ട് ചുമന്ന കണ്ണുകളോട് കൂടിയ ദേവി പൊട്ടിച്ചിരിച്ചു, വീണ്ടും വീണ്ടും പൊട്ടിച്ചിരിച്ചു. ഇനി 34. നനർദ്ദചാസുരസോപി ബലവീര്യമധോദ്ധത വിഷാണാഭ്യം ചിക്ഷേപ ചണ്ഡികം പ്രതി ഭൂധരൻ. ബലവീര്യമധോദ്ധത, അതായത് ബലം കൊണ്ടും വീര്യം കൊണ്ടും അഹങ്കാരം കൊണ്ടും വിനയം നഷ്ടപ്പെട്ടവനായതാ. ഉദ്ധതൻ എന്ന് പറഞ്ഞാൽ എന്താ, വിനയമില്ലാത്തവനുണ്ട്. അപ്പോൾ മഹാബലവാനാണ്, വീരപരാക്രമിയാണ്. അങ്ങനെ അഹങ്കാരം കയ്യിൽ നിന്ന് പോയതേ ഉള്ളൂ. അങ്ങനെ വിനയമില്ലാത്തവനായ ഈ അസുരൻ സഹസുര അബീച്ച നനർദ്ദ മീൻസ് എന്താണ്, പിന്നെയും അട്ടഹസിച്ചു എന്ന്. നനർദ്ദ ശബ്ദമുണ്ടാക്കി. എന്നിട്ടോ അട്ടഹസിച്ചും കൊണ്ട് മഹിഷാസുരൻ വിഷാണാഭ്യാം ചണ്ഡികാം പ്രതി, വിഷാണാഭ്യാം വെച്ചാൽ കൊമ്പുകൾ കൊണ്ട് ചണ്ഡികയുടെ നേരെ ഭൂധരാൻ ചിക്ഷേപ, അതോ കൊമ്പുകൊണ്ട് മലകളൊക്കെ കുത്തി അടർത്തിയെടുത്ത് ദേവിയുടെ നേർക്കങ്ങിട് ചിക്ഷേപ എറിഞ്ഞു. ഭൂധരാൻ എന്ന് പറഞ്ഞു, അതായത് പർവ്വതങ്ങളൊക്കെ ഇളക്കിയെടുത്തു ഈ തൻ്റെ കൊമ്പുകൾ കൊണ്ട്. എന്നിട്ട് ദേവിയുടെ ചണ്ഡികാം പ്രതി, ചണ്ഡികയുടെ മേലിക്ക് അങ്ങോട്ട് എറിഞ്ഞു. മതം കൊണ്ട് വിനയം നഷ്ടപ്പെട്ട, ബലം കൊണ്ടും വീര്യം കൊണ്ടും മതം കൊണ്ട് അഹങ്കാരം കൊണ്ടും അവിനയനായിട്ടുള്ള ആ മഹാസുരൻ തൻ്റെ കൊമ്പുകൾ കൊണ്ട് കുത്തി അടർത്തിയെടുത്ത വലിയ പർവ്വതങ്ങൾ ദേവിയുടെ നേർക്ക് എറിഞ്ഞു. നനർദ്ദചാസുരസോപി ബലവീര്യമധോദ്ധത വിഷാണാഭ്യാം ചിക്ഷേപ ചണ്ഡികം പ്രതിഭൂധരൻ. സാചതാൻ പ്രഹിതാംസ്തേന ചൂർണയന്തി ശരോത്കരൈ ഉവാചതം മുഖരാഗാകുലാക്ഷരം. സാച തേന പ്രഹിതാൻ താൻ ഭൂധരാൻ ശരോത്കരൈ ചൂർണയന്തി. അപ്പോൾ സാച ദേവിയാണല്ലോ, സാച ആ ദേവിയാകട്ടെ തേന പ്രഹിതാൻ അവനാൽ എറിയപ്പെട്ട എന്തിനെ, ഭൂധരാൻ പർവ്വതങ്ങളെ ശരോത്കരൈഹി ശരങ്ങൾ കൊണ്ട്, ദേവിയുടെ ശരങ്ങൾ കൊണ്ട് ചൂർണയന്തി തവിട് പൊടിയാക്കി. ആ മഹിഷാസുരൻ എറിഞ്ഞ വലിയ വലിയ പർവ്വതങ്ങളെയൊക്കെ ദേവി നിഷ്പ്രയാസം അമ്പുകൾ കൊണ്ട് തവിട് പൊടിയാക്കി. തം മധുദ്ധൂതമുഖരാഗാകുലാക്ഷരം ഉവാച. എന്നിട്ടോ അവനോട് ഈ മദ്യം പാനം ചെയ്തതുകൊണ്ട് മുഖത്തിൻ്റെ നിറമൊക്കെ മാറിയിട്ടുള്ള ആ ദേവി ഉവാച എന്താ പറഞ്ഞ, ഇടറിയ ശബ്ദമെന്നോ അല്ലെങ്കിൽ അസ്പഷ്ടമായിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് ദേവി. അപ്പോൾ ഈ ആദ്യം തൻ്റെ നേർക്ക് വരുന്ന പർവ്വതത്തിനെയൊക്കെ തവിട് പൊടിയാക്കിയിട്ട് പിന്നെയും മദ്യം പാനം ചെയ്തു പറഞ്ഞുവല്ലോ. അങ്ങനെ മദ്യപാനം ചെയ്തിട്ട് മുഖത്തിൻ്റെ നിറമൊക്കെ മാറി കണ്ണൊക്കെ ചുവന്ന ദേവി കുറച്ച് ശബ്ദമൊക്കെ കുറച്ചൊരു വ്യത്യാസം വന്ന് പിന്നെ അസ്പഷ്ടമായ സ്വരത്തിലായിരിക്കണം പറഞ്ഞു. ആരോട്, പിന്നെ മഹിഷാസുരനോട്. സാചതാൻ പ്രഹിതാംസ്തേന ചൂർണയന്തി ശരോത്കരൈ ഉവാചതം മധുദ്ധൂത മുഖരാഗകുലാക്ഷരം. അതായത് ഇപ്പം ലക്ഷ്മിയായിട്ടാണ് കൊല്ലാൻ പോണത്. ശരിക്കും ചണ്ഡികയാണ്, തുരീയാവസ്ഥയിലാണ് എപ്പോഴും. പക്ഷെ മായയിലേക്ക് ഇറങ്ങി വരുമ്പോൾ മഹിഷാസുരനെ കൊല്ലാനായിട്ട് രജോ ഗുണം സ്വീകരിച്ചിട്ട് മഹാലക്ഷ്മി ആയതാണ്. അപ്പോൾ എന്താ അറിയോ, ഇവിടെ അതും കൂടി ഒരു സൂചന ഉണ്ട്.
എപ്പോഴും ധനവും മദ്യവും സുരയും ധനവും മദ്യവും മനുഷ്യന്മാരെ എല്ലാവരെയും മതിപ്പിക്കണ സാധനമാണ്. ധനം അധികം ഉണ്ടായാലും അഹങ്കാരം ഉണ്ടാവുമല്ലോ, മതം ഉണ്ടാവും. മദ്യം കുടിച്ചാലും മതം ഉണ്ടാവും. അപ്പോൾ ഇവിടെ മഹാലക്ഷ്മി ആയിട്ടാണ് വരണമെന്ന് കാണിക്കാനും കൂടിയാണ് അത്ര ഇങ്ങനെ ഈ രജോഗുണപ്രധാനിയായിട്ടുള്ള ഒരു ദേവിയായിട്ടാണ് മഹിഷാസുരനെ കൊല്ലാൻ എത്തിയിരിക്കുന്നത്. ശരിക്ക് ദേവി തുരീയാവസ്ഥയിലാണ്, നിർഗുണയാണ്. പക്ഷെ മായയിലേക്ക് ഇറങ്ങി വന്നത് ഈ മഹിഷാസുരനെ കൊല്ലാനായിട്ട് രജോഗുണം സ്വീകരിച്ച് മഹാലക്ഷ്മിയായി. അതുകൊണ്ടും കൂടി ഉണ്ടെന്ന് പറയുകയാണ്. ലക്ഷ്മിനെ ധനം സമ്പത്തൊക്കെ അധികമാകുമ്പോൾ ആൾക്കാർക്ക് മതം ഉണ്ടാവാൻ എളുപ്പമാണല്ലോ. അപ്പോൾ ലക്ഷ്മി മദ്യമൊക്കെ മതിപ്പിക്കണ സ്വഭാവമാണെന്നും കൂടി ഇവിടെ ഒരു ധ്വനി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി എന്താണ് പറഞ്ഞ് ഇടറിയ സ്വരത്തിലോ അല്ലെങ്കിൽ സ്പഷ്ടമല്ലാതെ എന്താ ദേവി പറഞ്ഞത് അസുരനോട്? ഗർജ ഗർജ ക്ഷണം മൂഢ മധു യാവത് പിബാമ്യഹം മയാ ത്വയി ഹതേത്രൈവ ഗർജിഷ്യന്ത്യാശു ദേവതാ. ഹേ മൂഢ, അഹം യാവത് മധു പിബാമി, ഞാൻ താവത് യാവത് മധു പിബാമി താവത്. ഹേ മൂഢ, ഞാൻ ഈ മധു കുടിക്കുന്നത് കഴിയുന്നത് വരെ ക്ഷണം ഗർജ ഗർജ, അത്രയും സമയം നീ ഗർജിച്ചോ. ഉറക്കെ പിന്നെ ശബ്ദം ഉണ്ടാക്കി പറഞ്ഞല്ലോ, ഭയങ്കരമായിട്ട് ഗർജിച്ചു പറഞ്ഞല്ലോ. എന്നാൽ നീ എത്ര വേണമെങ്കിൽ ഗർജിച്ചോ. അതായത് ഞാൻ ഈ മധുപാനം, ഞാൻ ഇപ്പം മധുപാനം ചെയ്യണം, അത് കഴിയണ വരെ നീ എത്ര വേണമെങ്കിൽ ഗർജിച്ചോ. അതായത് ഞാൻ ഈ മധുപാനം ചെയ്യുന്ന അത്ര നേരം നീ അലറിക്കോ അല്ലെങ്കിൽ ഗർജിച്ചോ എന്ന് പറയണം. അതായത് അതിന് വേറൊരു അർത്ഥം എന്താ വെച്ചാൽ, ഞാൻ ശരിക്ക് നിർഗുണയാണ്. അതിന്ന് ഞാൻ പിന്നെ രജോഗുണം സ്വീകരിച്ച മഹാലക്ഷ്മി ആവണം അത്ര നേരം നീ ഗർജിച്ചോ. മഹാലക്ഷ്മിയായി വന്നാൽ ഞാൻ നിന്നെ കൊല്ലും എന്നുള്ള നിലയ്ക്കാണ് കേട്ടോ. അതുകൊണ്ട് നീ ഗർജിച്ചോ. ത്വയി മയാ ഹതേ അത്രയേവ ആശു ദേവതാ ഗർജിഷ്യന്തി. നിന്നെ ഞാനങ്ങോട്ട് കൊന്നു കഴിഞ്ഞാൽ നിൻ്റെ ഗർജനത്തിന് പകരം ഇവിടെ ദേവന്മാരുടെ ആർത്തുവിളിയാണ് ഇവിടെ മുഴങ്ങുക. ഇപ്പം നിൻ്റെ ഗർജനല്ലേ, അത് ഞാൻ ഈ മധു കുടിച്ച് കഴിയുന്നത് വരെയുള്ളൂ നിൻ്റെ ഗർജനം. അത് കഴിഞ്ഞ് ഞാൻ നിന്നെ കൊന്നു കഴിഞ്ഞാൽ ദേവന്മാരുടെ സന്തോഷത്തോടുള്ള ആർത്തുവിളിയവും ഇവിടെ മുഴങ്ങുക നിൻ്റെ ഗർജനാവില്യാണ്. ഗർജ ഗർജ ക്ഷണം മൂഢ മധു യാവത് പിബാമ്യഹം. ഞാൻ മധുപാനം കഴിയണ വരെ നീയെ ഗർജിച്ചോളൂ എന്നും ആവാം. ഞാൻ നിർഗുണയായിട്ടുള്ള ചണ്ഡിക എന്ന് രജോഗുണപ്രധാനിയായിട്ട് ലക്ഷ്മിയായി നിൻ്റെ അടുത്തേക്ക് എത്തണ വരെ നീ ഗർജിച്ചോളൂ എന്നും ആവാം. എന്തായാലും അപ്പോൾ ഗർജ ഗർജ ക്ഷണം മൂഢ മധു യാവത് പിബാമ്യഹം മയാ ത്വയി ഹതേത്രൈവ ഗർഷിഷ്യന്ത്യാശു ദേവതാഃ. ഏവമുക്ത്വാ സമുത്പത്യാ സാരൂഢാ തം മഹാസുരം പാദേനാക്രമ്യ കണ്ഠേ ച ശൂലൈനൈനമദാടയത്. സ ഏവമുക്ത്വാ സമുത്പത്യാ തം മഹാസുരം ആരൂഢ. ഇങ്ങനെ സ ച ദേവി, സ നായ പുല്ലിംഗാണി, സ നാവുമ്പോൾ സ്ത്രീലിംഗ, അപ്പോൾ ദേവിയാണ്. സ ഏവം മുക്ത, ഇപ്രകാരം പറഞ്ഞിട്ട് സമുത്പത്യ കുതിച്ച് എന്ത് ചെയ്തു? കുതിച്ചങ്ങോട്ട് ചാടി ദേവി. എന്നിട്ട് തം മഹാസുരം ആരൂഢ, ആ മഹാസുരൻ്റെ മുതുകത്താണ് കയറി. മഹിഷാസുരൻ്റെ മുതുമ്പിൽ കയറി, പോത്തിൻ്റെ പുറത്ത് കയറി എന്നൊക്കെ പറയാം. പാദേന കണ്ഠേ ആക്രമ്യ, പാദം കാലോണ്ട് കഴുത്തിൽ ചവിട്ടി പിടിച്ചിട്ട് ശൂലേന ഏനം അതാടയത്, ശൂലം കൊണ്ടവനെ കഴുത്തിൽ കുത്തി കൊന്നു എന്ന് പറയാം, കൊല്ലുകയാണ് ദേവി. ഏവമുക്ത്വാ സമുത്പത്യ സാരൂഢാ തം മഹാസുരം പാദേനാക്രമ്യ കണ്ഠേ ച ശൂലൈനൈനമതാടയത്. ഇനി 38. തതസ്സോപി പദാക്രാന്ത സ്തയാ നിജമുഖാത് തഥ നിശ്ചക്രാമ മഹാവീര്യ ഖൽഗചർമ്മധരോസുര. ഈശ്വര, എന്തൊരു മായാവിത്താണ് നോക്കൂ, ആലോചിച്ചോളൂ കേട്ടോ. തയാ തതഃ പദ ആക്രാന്ത, ദേവിയുടെ കാലിൻ്റെ ചവിട്ടേറ്റ അവൻ, പദം കൊണ്ട് പദ ആക്രാന്ത, കാലുകൊണ്ടുള്ള ചവിട്ടേറ്റ അപ്പോൾ അവൻ എന്ത് ചെയ്തു?
സഹ അഭി ആ അസുരനാവട്ടെ, ആ അസുരൻ മായാവിത്തരുണ്ടല്ലോ, അതാണ് മായ കൊണ്ട് എന്ത് ചെയ്തു, തതഹ നിജമുഖാത് നിശ്ചക്രാമ, ആ അവനവൻ്റെ മായാബലം കൊണ്ട് സ്വന്തം മുഖത്ത് നിന്ന് പുറത്തേക്ക് വന്നു വേറൊരു രൂപം, അല്ല വേറൊരു ഇതായിട്ട്. എങ്ങനെ, ഏത് രൂപത്തിൽ? ആദ്യമേ വാളും പരിചയം ധരിച്ച രൂപത്തിൽ ഒരാളായിട്ട് പുറത്തേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. മുഴുവൻ ഇനി അടുത്ത ശ്ലോകത്തിന് പറയേണ്ട പകുതി വന്നു എന്നേ, അപ്പോഴേക്ക് മുഴുവൻ വന്നിട്ടില്ല കേട്ടോ. വാളും പരിചയം ധരിച്ച ഒരു മഹാപരാക്രമിയായിട്ടുള്ള ഒരു പുരുഷൻ്റെ രൂപത്തിൽ ഈ കഴുത്തങ്ങട് മഹിഷാസുരൻ്റെ പോത്ത് രൂപത്തിൽ, മഹിഷരൂപത്തിൽ വന്ന മഹിഷാസുരൻ്റെ കഴുത്തങ്ങട് ശൂലം കൊണ്ട് കുത്തിയപ്പോൾ ഉടനെ മുഖത്തുനിന്ന് വാളും പരിചയം ധരിച്ച ഒരാളെ പുറത്തേക്ക് ഇങ്ങോട്ട് വരാൻ തുടങ്ങി. ഇനി എന്താണ് അടുത്ത ഇതിൽ പറയും. തതസ്സോഭിപദാക്രാന്തസ്തയാ നിജമുഖാ തഥാ നിശ്ചക്രാമച്ച പുറത്തേക്ക് വന്നു. മഹാവീര്യ ഖൽഗ ചർമ്മധരോ സുരാ, ഖൽഗും അല്ല വാളും പരിചയം ധരിച്ച ഒരു മഹാപരാക്രമി ഇങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് വന്നു, ഒരു പുരുഷൻ്റെ രൂപത്തിൽ വന്നു എന്ന് പറയുന്നില്ല. ഇനിയോ 39-6 വരിയുണ്ട് കേട്ടോ. അർത്ഥനിഷ്ക്രാന്ത ഏവാസൗ ദേവ്യാ വീര്യേണ സംവൃത, അർത്ഥനിഷ്ക്രാന്ത ഏവാസൗ യുധ്യമാനോ മഹാസുര, തയാ മഹാസിനാ ദേവ്യാ ശിരച്ഛിത്വാ നിപാതിത. അസൗ അവൻ അർത്ഥനിഷ്ക്രാന്ത ഏവ ദേവ്യ വീര്യേണ സംവൃത, പകുതി പുറത്തേക്ക് എത്തിയപ്പോഴേക്കും, അതാണ് ഞാൻ പറഞ്ഞത്, അർത്ഥനിഷ്ക്രാന്ത പകുതി പുറത്തേക്കേ വന്നുള്ളൂ. ആ വാളും പരിചയം ധരിച്ച പുരുഷൻ പകുതി പുറത്തെത്തിയപ്പോഴേക്കും എന്തായി, ദേവ്യ വീര്യേണ സംവൃത, ദേവിയുടെ വീര്യം കൊണ്ട്, തേജസ് കൊണ്ട് പിന്നെ പകുതി പുറത്തേക്ക് വരാൻ പറ്റിയുള്ളൂ, മുഴുവൻ വരാൻ പറ്റിയില്ല. ദേവി തടഞ്ഞു, ദേവിയുടെ ശക്തി തടഞ്ഞു. അർത്ഥനിഷ്ക്രാന്ത ഏവ അസൗ മഹാസുര യുധ്യമാന, എന്നിട്ട് ആ പകുതി ശരീരം മാത്രം പുറത്തെത്തിയ ആ വാളും പരിചയം ധരിച്ച പുരുഷനെ ആ നിലയിൽ തന്നെ ആ മഹാസുര, അതല്ലേ അത്ഭുതം, ആ പകുതി മാത്രമേ പുറത്തേക്ക് വരാൻ സമ്മതിച്ചുള്ളൂ. ദേവിയുടെ ശക്തി കൊണ്ട് തടഞ്ഞു. ആ പകുതി പുറത്തേക്ക് വന്ന ആ മഹാസുരൻ എന്താ ചെയ്ത്, പകുതി ശരീരം ആയിട്ട്, പകുതി ശരീരത്തോടു കൂടിയവനായിട്ട് ദേവിയോട് യുദ്ധം ചെയ്തു. യുദ്ധമാന മഹാസുര, പകുതി പുറത്തേക്ക് വന്നിട്ടുള്ളൂ, പകുതി ശരീരം വെച്ച് ആ വാളും പരിചയം ധരിച്ച ആളെ ദേവിയോട് യുദ്ധം ചെയ്തു. എന്നിട്ടോ തയാ ദേവ്യ മഹാസിന ശിരഹ ചിത്വ നിപാതിത, അപ്പം ദേവി തൻ്റെ ആ വലിയ വാളോണ്ട് അവൻ്റെ മഹാസിന എന്ന് അസീ പറഞ്ഞ വാളാണ്, മഹാസിന അത്തിക്കേമായിട്ടുള്ള ആ വാളോണ്ട് അവൻ്റെ തല ചിത്വ നിപാതിത, ശിരഹ ചിത്വ നിപാതിത, അവൻ്റെ തല അറുത്ത് അവനെ കൊന്നു വീഴ്ത്തി. അവസാനം മഹിഷാസുരനെ കൊന്നു. എത്ര തരത്തിൽ വേഷം മാറി മഹിഷാസുരനില്ലേ, പല തരത്തിൽ വേഷം മാറി. അവസാനം മഹിഷാസുരൻ ആദ്യം വന്നു, പിന്നെ ആനയായി, സിംഹമായി, അതായി ഇതായി, ആദ്യം മഹിഷാസുരനായി. ആ മഹിഷാസുരനെ കഴുത്തിലാക്കിയപ്പോൾ പിന്നെ വാളും പരിചയം ധരിച്ച ആളായിട്ട് ആദ്യം വന്നു. പകുതി പുറത്ത് വന്നപ്പോൾ ദേവി മുഴുവൻ പുറത്ത് വരാൻ സമ്മതിച്ചില്ല. ആ പകുതി വന്ന അസുരൻ ദേവിയോട് യുദ്ധം ചെയ്തു. അപ്പോൾ തലവെട്ടി താഴ്ത്തിട്ടു. അർത്ഥനിഷ്ക്രാന്ത ഏവാസൗ ദേവ്യാ വീര്യേണ സംവൃത, അർത്ഥനിഷ്ക്രാന്ത ഏവാസൗ യുധ്യമാനോ മഹാസുര, തയാ മഹാസിനാ ദേവ്യാ ശിരച്ഛിത്വാ നിപാതിത. മഹിഷാസുരൻ്റെ വധം കഴിഞ്ഞു. ഏവം സ മഹിഷോ നാമ സഭൃത്യ സുഹൃദ്ഗണഃ ത്രൈലോക്യം മോഹയിത്വാതു ചണ്ഡമാര്യാഭിനാശിത. ഏവം ത്രൈലോക്യം മോഹയിത്വ, അതായത് ഈ ത്രിലോകങ്ങളത്തെ എല്ലാവരെയും പീഡിപ്പിക്കുകയും മോഹിപ്പിക്കുകയും ചെയ്യുന്ന ആ മഹിഷൻ, മഹിഷ നാമ, മഹിഷൻ എന്നുള്ള പേരുള്ള മഹാസുരൻ, സഭൃത്യ സുഹൃദ്ഗണ ചണ്ഡമാര്യ വിനാശിത. പറഞ്ഞാൽ ഇങ്ങനെ 3 ലോകങ്ങളെയും പീഡിപ്പിച്ചിട്ടും എപ്പോഴും സ്വൈരം കൊടുക്കാതെ ഇരുന്നിരുന്ന ആ മഹിഷൻ എന്ന
ആ മഹാവീരപരാക്രമിയായിട്ടുള്ള അസുരൻ തൻ്റെ ഭൃത്യന്മാരോടും സുഹൃത്തുക്കളോടും ഒത്ത് അവരൊക്കെ കൂടെ ഭഗവതിയാൽ വധിക്കപ്പെട്ടു. അല്ലേ? ചണ്ഡമാര്യ വിനാശിത. ചണ്ഡിക പറഞ്ഞാൽ എന്താ? ദുഷ്ടന്മാരെ വധിക്കണ ആളെന്നാണ് അർത്ഥം. അപ്പോൾ ഈ എന്താ പറയുക, 3 ലോകങ്ങളെ ഒരുപോലെ ഭയപ്പെടുത്തിയിരുന്ന ആ മഹിഷാസുരനെയും സുഹൃത്തുക്കളെയും സൈന്യത്തിനെയും ഭൃത്യന്മാരെയും ഒക്കെ ദുഷ്ടനിഗ്രഹത്തിൽ വളരെയധികം താല്പര്യമുള്ള ഭഗവതി വധിച്ചു. അല്ലെങ്കിൽ ദുഷ്ടനിഗ്രഹത്തിൽ താല്പര്യമായിട്ടുള്ള ഭഗവതിയാൽ കൊല്ലപ്പെട്ടു അവരെല്ലാം, മഹിഷാസുരനും സൈന്യവും എല്ലാവരും. ഏവം സമഹിഷോ നാമ സഭൃത്യ സ സുഹൃദ്ഗണ ത്രൈലോക്യം മോഹയിത്വാ ചണ്ഡമാര്യാ വിനാശിത ത്രൈലോക്യസ്ഥൈർമഹാഭൂതൈർമഹിഷേ വിനിപാതിതേ ജയേത്യുക്തം തഥാ സർവൈ സദേവാസുരമാനവൈ. മഹിഷേ വിനിപാതിതേ, അതായത് മഹിഷാസുരൻ എന്താണ് വധിക്കപ്പെട്ടപ്പോഴേ, അല്ലെങ്കിൽ മഹിഷാസുരൻ ചത്തു വീണപ്പോൾ വിനിപാതിതേ പറഞ്ഞല്ലോ. ആ മഹിഷാസുരൻ വധിക്കപ്പെട്ടപ്പോൾ അപ്പോൾ സദേവാസുരമാനവൈഹി, അതായത് ദേവന്മാരും അസുരന്മാരും മനുഷ്യന്മാരും എല്ലാവരും ത്രിലോകങ്ങളിലുള്ള സകല ജീവികളും സകല ചരാചരങ്ങളും എന്താണ് പറഞ്ഞത്? ജയേത്യുക്തം തഥാ സർവൈ, ദേവി ജയ ജയ, ഇങ്ങനെ ആർത്തു വിളിച്ചു. മഹിഷാസുരൻ്റെ ജീവൻ അങ്ങോട്ട് പോയപ്പോൾ, കൊല്ലപ്പെട്ടപ്പോൾ അസുരന്മാരെയും കുറേ ആളുകളെ ഉപദ്രവിക്കണ്ടേ. അപ്പോൾ ആരൊക്കെയാണ് മഹിഷാസുരനാൽ ഉപദ്രവിക്കപ്പെട്ടവരെ അവർക്ക് മുഴുവൻ സന്തോഷമായി, അല്ലേ? മഹിഷാസുരൻ്റെ ഉപദ്രവം അനുഭവിക്കേണ്ടി വന്നവർക്കൊക്കെ അതിൽ ദേവന്മാരും അസുരന്മാരും മനുഷ്യന്മാരും ഒക്കെ ഉണ്ട്. അതാണ് അസുര മാനവ എന്ന് പറഞ്ഞത്. ആരൊക്കെയാണ് മഹിഷാസുരനാൽ ഉപദ്രവിക്കപ്പെട്ടവർ അവർക്കൊക്കെ സന്തോഷമായിട്ട് അത് മാത്രമല്ല, സാധാരണ ബാക്കി എല്ലാവർക്കും ത്രിലോകങ്ങളിലുള്ള എല്ലാ ചരാചരങ്ങൾക്കും സന്തോഷമായിട്ട് എല്ലാവരും ജയേത്യുക്തം, ദേവി ജയ ജയ എന്നിങ്ങനെ ആർത്തു വിളിച്ചു സന്തോഷം കൊണ്ട്. ത്രൈലോക്യസ്ഥൈർമഹാഭൂതൈർമഹിഷേ വിനിപാതിതേ ജയേത്യുക്തം തഥാ സർവൈ സദേവാസുരമാനവൈ തതോ ഹാഹാകൃതം സർവം ദൈത്യസൈന്യം നനാശ ച പ്രഹർഷം പരമം ജഗ്മു സകലാ ദേവതാഗണ. പക്ഷേ മഹിഷാസുരനോട് നല്ല സ്നേഹമുള്ളവരോ അല്ലെങ്കിൽ വളരെ അടുത്തുള്ള മന്ത്രിമാരോ അങ്ങനെയുള്ളവരൊക്കെ തതസർവം ദൈത്യസൈന്യം, മഹിഷാസുരൻ്റെ സൈന്യത്തിലുള്ളവരൊക്കെ എന്ത് ചെയ്തു? കഷ്ടം എന്നുള്ള നിലയ്ക്ക്, അതായത് ദൈന്യമായിട്ട് നിലവിളിച്ചു. കൃതം നനാശ, അതായത് മഹിഷാസുരൻ കൊല്ലപ്പെട്ടപ്പോൾ മഹിഷാസുരൻ്റെ സൈന്യത്തിലുള്ള ആൾക്കാർ മാത്രം, അല്ലെങ്കിൽ മഹിഷാസുരനെ ബഹുമാനിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യുന്നവർ മാത്രം എന്ന് പറഞ്ഞു അയ്യോ കഷ്ടം എന്നുള്ള നിലയ്ക്ക് എങ്ങനെ നിലവിളിച്ചും കൊണ്ട് അവർ ഓടി ഒളിക്കുകയും ചെയ്തു. അവർ എവിടേക്കോ പോയി, കാരണം അവർക്ക് അവിടെ നിൽക്കാൻ ധൈര്യമില്ല. നനാശാച്ച ഓടി എന്നാണ് കേട്ടോ. ദൈത്യസൈന്യം നനാശ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ദൈത്യസൈന്യം വെച്ചാൽ അസുര സൈന്യം. ബാക്കി കൊല്ലപ്പെടാത്തവർ വല്ലവരും ഉണ്ടായിരുന്നുവെങ്കിൽ ആ ദൈത്യസൈന്യമൊക്കെ ഓടിപ്പോയി പേടിച്ചിട്ട് കഷ്ടം എന്ന് പറഞ്ഞിട്ട് കൃതം. പിന്നെയോ സകലാം ദേവതാഗണ, ദേവന്മാരൊക്കെ പരമം പ്രഹർഷം ജഗ്മു, സകല ദേവസമൂഹങ്ങളും വളരെയധികം സന്തോഷിച്ചു മഹിഷാസുരൻ്റെ വധം കൊണ്ട്. അതാണ് തതോ കൃതം സർവം ദൈത്യസൈന്യം നനാശ ച. ഈ ദൈത്യസൈന്യം മാത്രമേ ദയനീയമായിട്ട് കരഞ്ഞുള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ സന്തോഷം. പ്രഹർഷം പരമം ജഗ്മു സകലാ ദേവതാഗണാഹ, ഈ 33 കോടി ദേവകൾക്കും സന്തോഷമായി. അവരൊക്കെ സന്തോഷം കൊണ്ട് ആർത്ത് വിളിച്ചു. ഇനി അവസാനത്തെ ശ്ലോകമാണ് ഈ അധ്യായത്തിലത്തെ മഹിഷാസുരവധത്തിലത്തെ. തുഷ്ടൂസ്താം സുരാ ദേവീം സഹ ദിവ്യൈർമഹർഷിഭി ജഗുർഗന്ധർവപതയോ
നൃചുശ്ചാപ്സരോ ഗണാഃ സുരാഃ ദിവ്യൈഃ മഹർഷിഭിഃ സഹ താം ദേവീം തുഷ്ടുവൂന്ന്. അതായത് ദേവന്മാർ വലിയ മഹാത്മാക്കളായ മഹർഷിമാരോടുകൂടി ആ ദേവിയെ സ്തുതിച്ചു, സ്തുതിച്ചു എന്ന്. അതായത് ദേവന്മാരും മഹർഷിമാരും ഭഗവതിയെ സ്തുതിച്ചു. ഗന്ധർവപതയ ജഗു, ഗന്ധർവന്മാരെ പാട്ട് പാടി, അവർക്ക് പാട്ടാണല്ലോ, ഗന്ധർവന്മാരൊക്കെ സന്തോഷമായിട്ട് പാട്ട് പാടി ദേവിയെ പുകഴ്ത്തിക്കൊണ്ട് അപ്സരോഗണാഹ നൃതൂച്ച, അപ്സര സ്ത്രീകൾ നൃത്തം വയ്ക്കുകയും ചെയ്തു. അതായത് അത്ര സന്തോഷമായി ഈ ലോകത്തിന് മുഴുവൻ, എല്ലാ ത്രിലോകങ്ങളിലുള്ളവർക്ക് സന്തോഷമായി എന്ന്. എന്നിട്ട് എല്ലാവരും സ്തുതിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് 3-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. അപ്പം നമുക്ക് അതും കൂടി വായിച്ച് ഇന്നിപ്പോൾ നിർത്താട്ടോ. പിന്നെ നമുക്ക് 4-ാമത്തെ അധ്യായം സ്തുതിയാണ്. ഈ സന്തോഷമായിട്ടേ മഹിഷാസുരനെ കൊന്നതിൻ്റെ സന്തോഷത്തിന് സ്തുതിക്കുകയാണ് കേട്ടോ. തുഷ്ടൂസ്താം സുരാദേവീം സഹ ദിവ്യൈർമഹർഷിഭി ജഗുർഗന്ധർവപതയോ നനുദുശ്ചാപ്സരോ ഗണാഃ ഇതി മാർക്കണ്ഡേയപുരാണേ സാവർണികേ മന്വന്തരേ ദേവീ മാഹാത്മ്യേ മഹിഷാസുര വധോ നാമ തൃതീയോധ്യായഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ദുർഗായൈ നമഃ. ഗുരുവായൂരപ്പ ശരണം. 1 മിനിറ്റ് അധികമായി, സോറി.